സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിന്ന് ബേപ്പൂർ ഫെസ്റ്റ് കാണാൻ വേണ്ടി ബേപ്പൂരിൽ ബീച്ചിൽ അവിടേക്ക് പോകാൻ വേണ്ടി പോകണം കേട്ടോ. ഓക്കെ, എങ്ങനെ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബസ്സിലാണ് പോകുന്നത്. ഇപ്പോൾ കാർ വണ്ടിയൊന്നുമില്ല, ലൈസൻസ് ആയിട്ടില്ല. അപ്പോൾ നമ്മൾ ബസ്സിലാണ് പോകുന്നത്. ഇവിടെ വീട് പണി നിർത്തുന്നതുകൊണ്ട് നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഗൈസ് നമ്മളിന്ന് ബേപ്പൂർ ഫെസ്റ്റ് കാണാൻ വേണ്ടി പോവാണ്. അവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഗൈസ് എന്തായാലും ഫുള്ളായിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മൾ ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ DSLR ക്യാമറ ഒന്നും കൊണ്ടുപോകില്ല, നമ്മൾ ഈ ഫോൺ വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ ഫോണിൻ്റെ ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ നിങ്ങൾ ഫുള്ളായിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നേരെ നമുക്ക് ബേപ്പൂരിലേക്ക് പോകാം ഗൈസ്. ഓക്കെ, ഹലോ ഗൈസ്. അപ്പോൾ നമ്മൾ നേരെ പോകാൻ വേണ്ടി പോകണ്ട ഗൈസ്. ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെയുള്ള വരാന്തലുകളിലൂടെ ആ നടത്തം മുമ്പിലൊരു ഇന്നോവ കാർ നിർത്തിയിട്ടു ഗൈസ്. അപ്പോൾ നമ്മൾ ബ്ലോക്കായി. അപ്പോൾ അവരൊക്കെ ജങ്കാറിന് വേണ്ടി കാത്തുക്കാണ്. ഇതാണ് നമ്മളെ ബേപ്പൂരിൻ്റെ റോഡ്. നമ്മൾ ബേപ്പൂർ ഗേറ്റിന് അങ്ങോട്ട് പോകാനുള്ള റോഡാണ് കേട്ടോ ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ ബേപ്പൂർ അടുത്തേക്ക് വന്നത് തന്നെ ഫസ്റ്റ് തന്നെ കയറിയ ബേപ്പൂർ ബേപ്പൂർ ഫുഡ് ഫെസ്റ്റിന് അങ്ങോട്ടാണ് ഗൈസ്. അപ്പോൾ നമ്മൾ കയറുമ്പോൾ തന്നെ ഫസ്റ്റുള്ള ഫുഡ് ഫെസ്റ്റാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോയി അവിടെ കുറേ ചോക്ലേറ്റും കാര്യങ്ങളും ലോകത്ത് എന്തൊക്കെ ഫുഡുണ്ട് അവിടെ ഓരോ വീട്ടുകാരുണ്ടാക്കിയിട്ട് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അതൊക്കെ പൈസ കൊടുത്തിട്ട് വാങ്ങാം. ഓക്കെ പൈസ നമ്മൾ മൂന്നാളാണ് നമ്മൾ ഈ ബേപ്പൂർ ഫെസ്റ്റ് കാണാൻ വേണ്ടി വന്നിട്ടുള്ളത്. പൈസ നമ്മൾ നല്ല വെയിലല്ല, വൈകുന്നേരം 6 മണിയായി. അപ്പോൾ അങ്ങനെ കയറി. ഇതാണ് നമ്മളെ ഗേറ്റ് കേട്ടോ, ബേപ്പൂർ ഫെസ്റ്റിൻ്റെ മെയിൻ ഗേറ്റ്. അപ്പോൾ നമ്മളിത് നേരെ നടക്കുകയാണ്. കുറച്ചങ്ങോട്ട് നടക്കാൻ കേട്ടോ, ബേപ്പൂർ ബീച്ചിന് അങ്ങോട്ട് നടക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ബസ്സിലാണ് പോയത്. ബസ്സിൽ വന്നിട്ട് നമുക്ക് കുറേ നടക്കാനുണ്ട് ബസ്സിലിറങ്ങിയിട്ട്. അപ്പോൾ ഈ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് കുറേ പട്ടങ്ങളൊക്കെ പറത്താനുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഈ ഓരോരുത്തർ പട്ടങ്ങളൊക്കെ ചൂണ്ടി കാണിക്കുന്നുണ്ട്. വൈസ് നമ്മൾ ക്വാളിറ്റി ഒന്നും എല്ലാവരും ശ്രമിക്കുക. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ OnePlusലാണ് വീഡിയോ എടുക്കുന്നത്. ഇത് നമ്മൾ സ്ക്രീനാട്ടോ ഗൈസ്. നമ്മൾ ബാക്കിയുള്ളവർക്ക് അവിടെ ഇരിക്കാൻ വേണ്ടിയുള്ള സ്ക്രീനാണ്. അവിടെ ബീച്ചിൽ എന്തൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയുള്ള ഒരു സ്ക്രീനാണ് കേട്ടോ. അത് വയസ്സായിട്ടുള്ള നടക്കാൻ പറ്റാത്തവർക്കൊക്കെ ഇവിടെ ഇരുന്നിട്ട് കാണാം. ഓക്കെ, ഇതാണ് നമ്മുടെ ബേപ്പൂർ ബീച്ച്. ബേപ്പൂർ മെയിൻ സംഭവം കേട്ടത് ബീച്ച്. ഇവിടെ കുറേ പട്ടങ്ങളൊക്കെ ഇങ്ങനെ പറത്തിയിരിക്കും. ഇതാണ് നമ്മുടെ പട്ടത്തിൻ്റെ മെയിൻ മത്സരങ്ങൾ നടക്കുന്ന സ്ഥലം. കണ്ടില്ലേ, ഇഷ്ടംപോലെ പട്ടങ്ങളുണ്ട്. തുർക്കി രാജ്യക്കാരുണ്ട്, കുറേ രാജ്യങ്ങളുണ്ട് കേട്ടോ ഇവിടെ. തുർക്കി ഉണ്ട്, ഇന്ത്യ ഉണ്ട്, മറ്റേ എന്താ പറയുക വിയറ്റ്നാം ഉണ്ട്, അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഈ ഇതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് ടീം ഒരു പട്ടം പറത്താനുള്ള ഒരു ഇതിലാണ് കേട്ടോ. പക്ഷെ നടക്കണില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ തീരെ വെയിലും കാര്യങ്ങളില്ല. കാറ്റും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് ആണിത് പറക്കാത്തത്. ഇവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 6 മണിക്ക് ശേഷം ബീച്ചിൽ കാറ്റൊക്കെ കുറയും. അപ്പോൾ പട്ടം പറത്താൻ പറ്റാത്ത ഒരു രീതിയിലേക്ക് ആവുമെന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ അത് തൂറ്റിപ്പോയി. അപ്പോൾ അത് വീണ്ടും നോക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. അതുപോലെ തന്നെ ഒരു തൂറ്റിപ്പോയൊരു പട്ടാട്ടോ ഇത്. പറത്താൻ പറ്റി, കാറ്റിൽ അതിൻ്റെ അവിടെ കിടന്നു പോയതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബേപ്പൂർ ബീച്ചിൻ്റെ തീരെ ഭാഗം. കണ്ടില്ലേ, അടിപൊളിയല്ലേ? ഈ ഒരു സമയത്തൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ്. ഇവിടെ കുറേ ആൾക്കാർ ഐസ്ക്രീമൊക്കെ വെക്കാൻ വരുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഇതാണ് നമ്മുടെ സ്റ്റേജിന് പറയുന്നത്. നമ്മളിങ്ങനെ ഐസ്ക്രീമൊക്കെ ഇടാൻ വേണ്ടി തിരഞ്ഞിങ്ങനെ നടക്കുകയാണ്. ഇതാണ് നമ്മളെ നടപ്പാറ കേട്ടോ. തിരമാലിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടക്കുന്ന ഭാഗമായിട്ടത്. കണ്ടില്ലേ, നമ്മൾ നേരെ പോയപ്പോൾ നമുക്ക് നൈസ് ഒറിജി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോയെന്ന് വേണ്ടി നോക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇവിടേക്ക് ഫുള്ള് ആൾക്കാരുണ്ട്, നല്ല ജനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിത് നമ്മൾ ഐസ് ഒറിജി കുടിക്കാൻ വേണ്ടി പോകാൻ കേട്ടോ. ഐസ് ഒറിജി കുടിച്ച് നല്ല സൺസെറ്റ് ഉണ്ട് ഗൈസ്, അടിപൊളി സൺസെറ്റ്. ഒന്നും പറയാനില്ല, അടിപൊളിയായിട്ട്. ഈ ഒരു വ്യൂ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബേപ്പൂർ ബീച്ചിലേക്ക് തന്നെ വരണം. ഫേസ് നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ട് ഒന്നുകൂടി പട്ടം വർത്തനങ്ങൾ കാണാൻ വേണ്ടി പോയി. അപ്പോൾ അതുണ്ടാവും ഫേസ്. ഇതുണ്ടല്ലേ, ഇതാണ് നമ്മുടെ തുർക്കിയുടെ പട്ടം. അതിൻ്റെ അടിയിലുള്ളതാണ് മറ്റേ വിയറ്റ്നാമിൻ്റെ പട്ടം ഫേസ്. ഓക്കെ, ഇതാണ് നമ്മുടെ വിയറ്റ്നാമിൻ്റെ പട്ടം ഫേസ്. ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതാണ് നമ്മുടെ തുർക്കീൻ്റെ പട്ടത്തിൻ്റെ മെയിൻ ആൾ. ഇവനാണ് പറത്തുന്നത് തുർക്കീൻ്റെ പട്ടം. കണ്ടില്ലേ, ഈ കാണുന്ന ഡാഗനാണ് നമ്മുടെ വിയറ്റ്നാമിൻ്റെ ആൾ. അങ്ങനെ ഈ നമ്മുടെ സ്റ്റേജിന് പരിപാടിയൊക്കെ തുടങ്ങി. നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫുള്ള് ജനമുണ്ട് കേസ്. ആ ബീച്ച് മുഴുവൻ ഇതിൻ്റെ മെയിൻ ആൾക്കാരാണ്. കേസ് ആദ്യം തന്നെ നമ്മുടെ മിലിറ്ററിക്കാരെ, ഇന്ത്യൻ ആർമിക്കാരെ കളരിയും പിന്നെ ചെണ്ടകൾ അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു. ഫുള്ള് ഡ്രോണാണ് കേട്ടോ. തലക്ക് മുകളിൽ മൊത്തം ഡ്രോണാണ് കേസ്. കണ്ടില്ലേ, ഇതൊക്കെ നമ്മളെ ഓരോരോ കളരീൻ്റെ ഓരോരോ ഭാഗങ്ങളൊക്കെ കേട്ടോ ഗൈസ്. അടുത്തതായിട്ട് എന്ന് പറയുകയാണെങ്കിൽ നമ്മളെ ആർമിക്കാർ തന്നെ മറ്റേ ഫയർ വർക്ക് കേട്ടോ. ഫയർ എന്തോ തീയൊക്കെ പാടുന്നുണ്ടായിരുന്നു. ഇതൊരു കാണാൻ നല്ല രസമുണ്ടായിരുന്നു ഗൈസ്, കണ്ടിരിക്കാൻ പറ്റുന്നതായിരുന്നു. നമ്മൾ ടിക്കറ്റ് ഒന്നും കൊടുക്കാണ്ട് ഫ്രീ ആയിട്ട് അവിടെ പോയിട്ട് കസാല അവിടെ ഇരുന്നായിരുന്നു. നല്ല വൃത്തിയിൽ കാണാനും പറ്റും. കണ്ടില്ല, അതുപോലത്തെ സംഭവമായിട്ടത്.
സോ ഗൈസ് അപ്പോൾ അങ്ങനെ അവിടെ പാട്ട് ഡാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ഫ്രണ്ട്സിനെ ഇപ്പോൾ നമ്മൾ ചില്ലായിട്ട് ഇങ്ങനെ ഓരോ കഥകളൊക്കെ പറഞ്ഞിരിക്കുകയാണ് ഗൈസ് കണ്ടില്ലേ. അതിനൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് കണ്ടില്ലേ. ഇതൊക്കെ ഉണ്ട് വൈബ് ഗൈസ്. നല്ല നല്ല പാട്ടുകളൊക്കെ ഉണ്ട്. പണ്ടത്തെ ഏതോ പാട്ടാണ്, ആ പാട്ടിനെ പറ്റിയാണ് ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗൈസ്. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ മാനേജറിലേക്ക് വിട്ടു ഗൈസ്. അവിടെ എന്തോ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മൾ അവസാനത്തെ ഭാഗം ഗൈസ്. ബൈ.